കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത്. പകരക്കാരനായി കെ ജയന്തിന്റെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു. അതേസമയം കെ ജയന്ത് മത്സരിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും എതിർപ്പ് അറിയിച്ചിട്ടുമുണ്ട്. VP അബ്ദുൾ റഷീദിന്റെ പേരും പട്ടികയിലുണ്ട്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഭാഗമായി ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇന്നിപ്പോൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. സുനിൽ ഐസക് ഒപ്പം തന്നെ ഹരിമോഹനുമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ആദ്യം സുനിലിലേക്ക് തന്നെ പോവുകയാണ്. സുനിൽ, നിലവിൽ ഈ വയനാടും ആലപ്പുഴയിലുമുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലുള്ള ഒരു ഭിന്നത ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആശയക്കുഴപ്പമൊക്കെ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുമ്പോഴാണ് കണ്ണൂരിലെ കാര്യം വീണ്ടും അവതാളത്തിലേക്കാവുന്നത്. കാരണം കെ ജയന്തിന്റെ പേര് എന്തായാലും അംഗീകരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും പ്രതിപക്ഷ നേതാവിനും താല്പര്യമില്ല എന്നറിയുന്നുണ്ട്. പകരം മറ്റേതൊക്കെ പേരുകളാണ് ഉയരുന്നത്? ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നേരത്തെ ഒരു മത്സര സന്നദ്ധത അറിയിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് KPCC പ്രസിഡന്റ് പിന്മാറാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് സുനിൽ? ജിൽസി, വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയാണ് അന്തിമ തീരുമാനം അറിയിക്കേണ്ടത്. രാഹുൽ ഗാന്ധി നാളെ മാത്രമേ ഡൽഹിയിൽ തിരികെ എത്തൂ. അതിനുശേഷം മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം മനസ്സ് തുറക്കുക. അതിനപ്പുറത്തേക്ക് കണ്ണൂരും ആലപ്പുഴയുമാണ് ഇപ്പോൾ ആരാകണം സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത്. ഇത് സംബന്ധിച്ച് നിർണായകമായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ 10:00 തിരുവനന്തപുരത്ത് ചേരാനിരിക്കുകയാണ്. മത്സരിക്കാനില്ല എന്ന നിലപാട് വ്യക്തമാക്കി കെ സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ആരോഗ്യപരമായ ചില കാരണങ്ങൾ, ഒപ്പം KPCC പ്രസിഡന്റ് സ്ഥാനവും ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല, അതിൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് എന്നീ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ സുധാകരൻ മത്സരിക്കാനില്ല എന്ന വിവരം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് സോപാനം ഹോട്ടലിൽ അടച്ചിട്ട മുറിയിൽ ഏതാണ്ട് 2 മണിക്കൂറോളം പ്രതിപക്ഷ നേതാവും VD സതീശനും ഒപ്പം KPCC പ്രസിഡന്റ് കെ സുധാകരൻ തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് ആദ്യം താൻ മത്സരിക്കാനില്ല എന്ന ഉറച്ച നിലപാട് കെ സുധാകരൻ VD സതീശനോട് പറയുന്നത്. അതിനുശേഷം MM ഹസനും അതുപോലെ രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളോടും താൻ മത്സരിക്കാനില്ല എന്ന കാര്യം കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10:00 സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ചെയർമാൻ ഹരീഷ് ചൌധരിയാണ്. ഒപ്പം ജിഗ്നേഷ് മേവാനി, കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൽ താൻ മത്സരിക്കാനില്ല എന്ന നിലപാട് കെ സുധാകരൻ കൃത്യമായി അവതരിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ പകരമാര് എന്നൊരു ചോദ്യമുണ്ട്. തന്റെ പകരക്കാരനായി കെ സുധാകരൻ ഒരു പേര് കൂടി മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അത് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും KPCC ജനറൽ സെക്രട്ടറിയും കൂടിയായ അഡ്വക്കേറ്റ് കെ ജയന്തിന്റെ പേരാണ്. കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യമാണ് സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ കെ ജയന്തിന്റെ വിജയസാധ്യത സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം കൃത്യമായി രമേശ് ചെന്നിത്തലയും ഒപ്പം അടക്കമുള്ള നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ നേതൃത്വം കെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. അതായത് VD സതീശനും രമേശ് ചെന്നിത്തലയും കെ ജയന്ത് മത്സരിക്കുന്നതിലുള്ള അതൃപ്തി കൃത്യമായി കെ സുധാകരനെ അറിയിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കെ സുധാകരന്റെ ഒരു വാക്കിന് വില കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം സിറ്റിംഗ് MP ആണ്, മാത്രമല്ല KPCC പ്രസിഡന്റാണ്. അതുകൊണ്ട് കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന പേരിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് സ്ക്രീനിംഗ് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനോ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു വിഷയം കൂടിയുണ്ട്. ഒപ്പം ഈ പട്ടികയിൽ പുതിയതായി ഇടം പിടിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ VP അബ്ദുൾ റഷീദിന്റെ പേരാണ്. അത് ചില സമുദായ സമവാക്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അബ്ദുൾ റഷീദിന്റെ പേര് നിലവിൽ ഇപ്പോൾ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് 3 പേരുകൾ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഹൈക്കമാൻഡിന് കൈമാറും. അത് കെ സുധാകരൻ, ഒപ്പം ജയന്ത്, VP അബ്ദുൾ റഷീദ്, ഈ 3 പേരുകൾ ഹൈക്കമാൻഡിന് കൈമാറുകയും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചെന്നെത്തുകയും ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു സൂചന. എന്തായാലും ഒരു ഘട്ടത്തിൽ ജിൽസി മുമ്പ് സൂചിപ്പിച്ചതുപോലെ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത കെ സുധാകരൻ അറിയിച്ചിരുന്നു നേതൃത്വത്തെ. വലിയ തോതിലുള്ള സമ്മർദ്ദം കെ സുധാകരന് മേൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഹൈക്കമാൻഡ് നിയോഗിച്ച ഒരു സർവേ ടീം കണ്ണൂരിലെത്തുകയും അവരൊരു സർവേ നടത്തുകയും ചെയ്തിരുന്നു. ആ സർവേയിൽ കെ സുധാകരനാണ് ഏറ്റവും കൂടുതൽ, ഏതാണ്ട് 80% വിജയസാധ്യത പ്രവചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരൻ തുടരണമെന്നൊരു നിർദ്ദേശമാണ് AICCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കാം എന്നൊരു നിലപാട് കെ സുധാകരനും ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. നമുക്കറിയാവുന്ന പോലെ സമരാഗ്നി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ട സുധാകരൻ മത്സരിക്കാം എന്നൊരു സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് സമരാഗ്നി അവസാനിക്കുന്നു, ഒപ്പം നിർണായകമായ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടക്കുന്നു. അപ്പോഴേക്കുമാണ് സുധാകരൻ നിലപാട് മാറ്റിയിരിക്കുന്നത്. എന്തായാലും മത്സരിക്കാനില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കെ സുധാകരൻ ഉള്ളത്. സ്വാഭാവികമായും പകരക്കാരനായ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമോ എന്ന
എന്താണ് കാത്തിരിക്കേണ്ടത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച ഏതാണ്ട് ഒരു ധാരണ, ഒരു ഏകദേശ ധാരണ തീർച്ചയായും സുനിൽ, എന്തായാലും ഇത് സംബന്ധിച്ച ഒരു ധാരണ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 10:30-ക്കാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്നുള്ള ഒരു കെ സുധാകരന്റെ മറുപടി.